ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടു വേ ടോക്കീസിൽ നമ്മൾ കുറേ ദിവസങ്ങളായി ഒരു ലോങ് വീഡിയോ വന്നിട്ട്. പിന്നെ ഇപ്പം നമ്മൾ ലോങ് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. കുറേ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അലയുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ പ്രോപ്പറായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ നിങ്ങൾ ഞങ്ങളുടെ ചിരി കാണുമ്പോൾ വിചാരിക്കും വലിയ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോകണമെന്ന്. ഒരിക്കലുമല്ല. നമ്മൾ ഹോസ്പിറ്റലിൽ പോകണം, അടൂരാണ് പോകുന്നത്. സോ അപ്പോൾ നമ്മൾ ക്യാഷ്വലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങളെ കാണിച്ചു തരാം, എന്തൊക്കെയാണ് നടക്കുന്നത് എന്നൊക്കെയുള്ള നമ്മൾ ഈ വീഡിയോയിൽ തന്നെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം ഇറങ്ങിയതേ ഉള്ളൂ. 12:30 നമ്മൾ ഇറങ്ങിയപ്പോൾ 12:37 നമ്മൾ ഇറങ്ങിയപ്പം നമ്മൾ ബസ്സിനാണ് പോകുന്നത്. കാരണം നമ്മൾ അങ്ങ് വരെ വണ്ടി ഓടിച്ച് പോകാൻ പറ്റത്തില്ല. ഒന്നാമത് മഴ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നല്ല ലേറ്റ് ആവും. സോ നമ്മൾ പോകുന്ന വഴി നിങ്ങളെ എല്ലാ കാര്യങ്ങളും കാണിച്ചു തരാം അല്ലേ. ബസ്സിൽ കയറി എന്തായാലും ഇരിക്കാൻ സീറ്റ് കിട്ടി. അതുകൊണ്ട് നമ്മൾ കാര്യമായിട്ട് ഇരുന്നു. ഇന്ന് നമ്മൾ അടൂർ ഇറങ്ങണം. അടൂരിൽ നിന്ന് പിന്നെയും കായംകുളം ബസ് കയറിയാലേ ലൈഫ് ലൈനിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങാൻ പറ്റും. കാരണം ഞങ്ങളുടെ വീട് പോലെയാണ് ഞങ്ങൾക്കിപ്പോൾ ലൈഫ് ലൈൻ. പിന്നെ ബസ്സിലാണ് പോകുന്നത്. അപ്പം എനിക്കൊന്ന് വലിയ വെയിലും ഇല്ല, നല്ല ക്ലൈമറ്റാണ്. പിന്നെ അതുപോലെ മഴ ഉണ്ടോയെന്ന് ചോദിച്ചാൽ മഴയില്ല, വെയിലുണ്ടോയെന്ന് ചോദിച്ചാൽ വെയിലില്ല. രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു കാണാം. നമ്മളിപ്പം ബസ്സിൽ കയറിയിരുന്നു. കായംകുളം ഒറ്റ ബസ് വരുവാണെങ്കിൽ നമ്മൾ ഈ ബസ്സിൽ നിന്ന് ചാടി ഇറങ്ങി ആ ബസ്സിൽ അതേ ഉള്ളൂ. വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല ബസ്സിലോ. അങ്ങനെയൊക്കെയാണ്. രാവിലെ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ച് ഒന്ന് ബൂസ്റ്റായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ബിരിയാണിയാണ്. അതെല്ലാം കഴിച്ച് അതല്ലേ ഞാൻ ഉണ്ടാക്കണം. അങ്ങനെ അവളുടെ പാവം പിടിച്ച അമ്മ ഉണ്ടാക്കിയ നല്ല ബിരിയാണി ആയിരുന്നു. എന്നിട്ട് പറയുന്നത് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇന്നലെ രാവിലെ 6 മണിക്ക് എണ്ണിച്ച് അടുക്കളയിൽ കയറി ഞാൻ ഉണ്ടാക്കിയത്. എന്തോ രാവിലെ എണ്ണിച്ച് 6 മണിക്ക് അടുക്കളയിൽ കയറിയല്ലേ. അങ്ങനെ പോകുന്നതിനനുസരിച്ച് നിങ്ങളെ കാണിച്ചു തരാം. അങ്ങനെ ഹോസ്പിറ്റലിൽ വന്നു. ഡോക്ടറെ വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ അല്ലേ കുട്ടാ? അതെ, ഡോക്ടറെ കണ്ടിട്ട് ഈ കൊച്ചിൻ്റെ കൈയും ഇവിടെ അസുഖങ്ങളെല്ലാം മാറ്റി കൊടുക്കണേ. തലക്കിച്ച് പ്രശ്നമില്ല. ഇല്ല ഇവൾക്കുള്ള പ്രശ്നം നമുക്ക് ഇന്ന് തന്നെ തീർക്കാം. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇന്ന് തന്നെ തീർക്കാമെന്ന്. സോ നമ്മൾ ബസ്സിലൊന്നും വെച്ച് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ തിരക്കുണ്ടായിരുന്നു നല്ലോണം. ഞങ്ങൾ ആദ്യം വന്ന് തിരക്കില്ലെന്ന്. പിന്നെ ഞങ്ങളുടെ ഭാഗ്യം കൊണ്ട് ഐശ്വര്യം കൊണ്ടുമാണെന്ന് തോന്നുന്നു നല്ല തിരക്കുണ്ടായിരുന്നു. വേറെ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഡോക്ടറിനെ കണ്ടിട്ട് പറയാം. അതെ, ഇരുന്നിരുന്ന് നേരം വെളുത്താലും ഈ ഹോസ്പിറ്റലിൽ ഇതുവരെ വിളിച്ചിട്ടുണ്ട്. 1:49 വന്ന കാര്യം 3:12 ഇവിടെ ഇരിക്കുന്നതേ ഉള്ളൂ. ഡോക്ടർ വന്നിട്ടില്ല. ഷർണ ചേച്ചി ഓൺ എന്തോ നോക്കുന്നതെന്ന് മാത്രം ആർക്കും അറിയത്തില്ല. നമ്മളങ്ങനെ ലൈഫ് ലൈനിൽ നിന്ന് ഇറങ്ങിയേക്കാണ്. ഇനി നമുക്ക് എന്തെങ്കിലും കഴിക്കാം. നമ്മൾ 1 മണിക്ക് വന്ന് കയറിയതാണ് കേട്ടോ. ആക്ച്വലി 1 മണിക്കല്ല, 1:49 സോറി വന്ന് കയറി. ഡോക്ടറെ എല്ലാം കണ്ടു, മെഡിസിൻ എല്ലാം മേടിച്ചു. ഇനി 3 ഡേയ്സ് കഴിഞ്ഞിട്ട് വീണ്ടും വരണം. നമ്മൾ അടൂർ ലൈഫ് ലൈനിലാണ് വരുന്നത്. നമുക്കിത് നമ്മുടെ ഒരു വീട് പോലെയാണ് അടൂർ ലൈഫ് ലൈൻ. അതെ, എല്ലാ കാര്യത്തിലും നമ്മൾ അടൂരാണ് വരുന്നത്. ഇനി എന്തെങ്കിലും ഒരു ഫ്രഷ് ജ്യൂസോ എന്തെങ്കിലും കുടിച്ചിട്ട് നമ്മൾ ബസ് കയറി അടൂർ ഇറങ്ങും. പിന്നെ നമുക്ക് വേറൊരു ആവശ്യത്തിന് പോകാനുണ്ട്, അതിനും കാരണം നല്ല റോഡ്. വാട്ട് എ ഫാന്റാസ്റ്റിക്. പിന്നെ അതിനുശേഷം നമ്മളിവിടെ ലൈഫ് ലൈൻ്റെ അടുത്ത് തന്നെ ഒരു കടുപ്പം എന്ന് പറഞ്ഞ ഒരു കഫേ പോലുള്ളൊരു കോഫി ഷോപ്പിൽ നമ്മൾ വന്നിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഓർഡർ എടുക്കാൻ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ആളുകളെ ഉള്ളായിരുന്നു. കാരണം ഉച്ചയ്ക്ക് ശേഷം ആയതുകൊണ്ട് എല്ലാവരും എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ വന്നവരൊക്കെ തന്നെ ഇപ്പുറമൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് എന്തൊക്കെയൊക്കെയോ കുറിച്ചുകൾ കാണിക്കുന്നുണ്ട്. ആശുപത്രി പോലെ നമ്മൾ ആഹാരം കഴിക്കുന്ന മെനു കാർഡ് നിറച്ച് പേരുണ്ട്. പക്ഷെ ആ സാധനങ്ങളൊന്നും ഇവിടെ കിട്ടാൻ ഇല്ലെന്ന് അവർ പറയുന്നത്. മാസ്റ്റർ ഇല്ലെന്ന്. എന്നാൽ പിന്നെ മാസ്റ്റർ വന്നതിന് ശേഷം മെനു ശരിയാക്കി. ഞാൻ ഒന്നും പറയുന്നില്ല. ഞാൻ സ്പെഷ്യൽ പരിപാടി കണ്ടോളാം. ഇവിടെ നോർമലേ ഉള്ളത്. ഞങ്ങൾ ചോദിച്ചു എന്തുകൊണ്ട് ഇല്ലാത്തതെന്ന്. അപ്പോൾ പറയാം മാസ്റ്റർ വന്നിട്ടില്ല. അപ്പോൾ മാസ്റ്റർ വന്നിട്ട് എന്നാൽ മെനു ശരിയാക്കിയാൽ പോരായിരുന്നു. ഗൈസ്, നിങ്ങളൊന്ന് പറയും, നിങ്ങളുടെ അഭിപ്രായം പറ. നമ്മളൊരു കടയിൽ കയറി പെട്ടെന്ന് കുടൽ നിർത്തിയിരിക്കുക. അതിലേതെങ്കിലും മെനു നോക്കി ഓർഡർ ചെയ്യാന്ന് വെച്ചപ്പോൾ അവർ മെനു കാർഡ് വന്നിട്ട് ഈ നീളത്തിലൊരു മെനു കാർഡ്. പക്ഷേ ആ മെനു കാർഡ് ഞങ്ങൾക്ക് സാധനം ഇല്ലെന്നാണോ അതിൻ്റെ അർത്ഥമായി.
കടയുടെ പേര് കടുപ്പം ഒരു മലബാർ രുചിക്കൂട്ട് നിയർ ലൈഫ് ലൈൻ അടൂർ. പക്ഷെ നല്ല സാധനങ്ങളാണ്. ആവിയിൽ പുഴുങ്ങിയ ഇലയപ്പമാണ് മേടിച്ചത്. കാരണം മണ്ണം ഒട്ടും ഇല്ലാത്തത് കൊണ്ടേ വേറെ ഒന്നും കഴിക്കാൻ വയ്യാത്തത് കൊണ്ടും അത് മേടിച്ചു. അത് കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. ലൈഫ് ലൈനിൽ വരുന്നവർ എന്തായാലും കഴിച്ച് നോക്കാം. പിന്നെ ഫലൂഡ നോർമൽ പറഞ്ഞു, സ്പെഷ്യൽ ഇല്ലെന്ന്. സ്പെഷ്യൽ ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, ഇനി വരുമ്പോൾ നമുക്ക് ട്രൈ ചെയ്യാം. ഞങ്ങൾ നോർമൽ എടുക്കും. ഇവിടെ പിന്നെ എന്തും പോകും. അത് എന്തും ഇവിടെ പോകും. ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഗൈസ്. പക്ഷെ വീട്ടിലെ ചോറും കറിയൊന്നും വേണ്ട കേട്ടോ, അത് വേറൊരു തരം അസുഖമാണ്. പിന്നിപ്പോൾ ഈ പറയുന്ന പോലെ പരിപാടി വന്നിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. പാട്ട് പാടുന്നതായിരിക്കുമേ ഗൈസ്, ഞാനല്ല ഇവിടെ എടുത്തോണ്ട് പാടിയത്, ചേച്ചി പാടുവാ. അടടാ മഴടാ മഴടാ. എനിക്കത് ചേച്ചിക്ക് ഇടയ്ക്ക് പിന്നെ പറയേണ്ട ഒരു കാര്യം, ഇത് ഞങ്ങളുടെ ഓൺ ബ്രാൻഡിൻ്റെ ഡ്രസ്സാണ്. ഓക്കെ, നല്ല സൂപ്പറാണ്. നമ്മുടെ ആയിട്ട് പറയല്ല, നല്ല സുഖമാണ് ഇടാൻ. നല്ല കംഫി ആയിട്ട് ഇടാൻ പറ്റുന്നുണ്ട്. ചൂടില്ല, അതല്ലേലും ചൂടില്ല. അങ്ങനെയല്ലേ ചില ഡ്രസ്സ് ഇടുമ്പോഴേ നല്ല ചൂടല്ലേ. നല്ല മെറ്റീരിയലാണ്. നല്ല മെറ്റീരിയലാണ്. ഓക്കെ, ഒന്ന് കാണിച്ച്. കൈ 3/4 ആണ് വരുന്നത്. സൈഡ് കട്ട് വരുന്നുണ്ട്. പിന്നെ അടിയിൽ ലൈനിങ്ങും വരുന്നുണ്ട്. അതെ, ചൂടില്ലാത്ത മെറ്റീരിയൽ. എന്നെ കൊഞ്ചം മന്ദിരം പോലെ ഇருக்கு, ഒരു മന്ദിരം പോലെ ഇருக்கு, കുമല പോലെ ഇருக்கு. ദേവതയങ്കേ എൻ ദേവതയങ്കേ സന്തോഷമാടുകയെങ്കേ. ചേച്ചി കുറച്ച് ഫലൂട തിന്ന. കുറച്ച് മുന്നേ പറഞ്ഞ് ഇവിടെ എന്തും പോകുമെന്ന്. എന്തും പോകും ഇവിടെ. ഇവിടെ ഫലൂട കൊള്ളാം. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ ഇവളെന്നെ നിർബന്ധിച്ച് ചേച്ചി കഴിക്കൂ, ചേച്ചി എൻ്റെ പൊന്നല്ലേ ചേച്ചി, ചേച്ചി കഴിക്കൂ സ്വപ്നത്തിൽ പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല. പറഞ്ഞു. ഞങ്ങളിനി ഫലൂട കുടിച്ചിട്ട് കഴിക്കാം. കണ്ടോളൂ, 90 രൂപയ്ക്ക് ഇതെന്തുകൊണ്ടും വെറുത്താണ് അല്ലേ? നമ്മളങ്ങനെ ഇവിടുന്ന് ഇറങ്ങി നമ്മൾ വീട്ടിൽ പോവാണ്. ബസ് വരണം. അതിന് വീട്ടിലല്ല, വേറെ പോണോ? ഇന്ന് പോണോ? ഇനി എന്നാ വേണ്ട, അങ്ങനെ വേറൊരു ദിവസം അതിനായിട്ട് മാത്രം വരാം. പിന്നെ നമ്മൾ അതിന് ശേഷം വന്നവിടെ ബസ് സ്റ്റാൻഡിൽ ഈച്ച അടിച്ച് നിൽക്കുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈച്ച അല്ലാണ്ട് അവിടെ ഒരു മനുഷ്യനും ഇല്ലായിരുന്നു, ഒരു മാഞ്ചാതിയും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടേക്ക് നിന്ന്. അപ്പോൾ തന്നെ നമുക്ക് ബസ് കിട്ടി. നമ്മൾ ബസ്സിൽ കയറി. ഞാനിരുന്നു. ഇരിപ്പിടം ഞങ്ങൾക്ക് 2 ആയിട്ടാണ് കിട്ടിയത് ഗൈസ്. ഒരാൾ ഫ്രണ്ടിലും ഞാൻ ബാക്കിലും പോയി. അതുകൊണ്ട് എൻ്റെ അടുത്ത് ഉറങ്ങുന്നൊരു ചേച്ചിയാണ് ഇരുന്നത്. ആ ചേച്ചി അടൂർ വരെ ഉറക്കമായിരുന്നു. അതുകൊണ്ട് എനിക്കും കുറച്ച് ഉറക്കം വന്നു. പക്ഷെ ഞാൻ ഉറങ്ങാതെ പിടിച്ചിരുന്നു. അത് കഴിഞ്ഞ് അടൂർ ആ ചേച്ചി ഇറങ്ങിയതിന് ശേഷം എൻ്റെ അടുത്തൊരു 60കളുടെ അമ്മാവനാണ് ഇരുന്നത്. അമ്മാവൻ ഒരു സൈഡിലിരുന്നു, ഞാൻ വിൻഡോ സൈഡിൽ ഇരുന്ന് കാഴ്ചകൾ കണ്ടിരുന്നു. ഇങ്ങനെ പോകുകയായിരുന്നു. പിന്നെ അമ്മാവൻ എവിടെ ഇറങ്ങിയെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും പത്തനാപുരത്ത് ഇറങ്ങി. പക്ഷെ എനിക്ക് ഉറങ്ങിയൊന്നുമില്ല. ഞാൻ യാത്രകൾ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ് നിങ്ങൾ ഈ കാണുന്നത്. ശോകമല്ലാതെ ഒരുമാതിരി വല്ലാതായി. ഹായ് പൂക്കിയാണ് ഞാൻ ഗൈസ്. നിങ്ങൾ എൻ്റെ പൂക്കിയനെ കണ്ടുള്ളൂ. പൂക്കിമോൻ കണ്ടല്ലോ ഗൈസ്. ഓക്കെ, ക്ഷീണിച്ച് അവശയായി കൊട്ടനടിച്ചു. എല്ലാവരും പറയുന്നുണ്ട് ഇവനൊരു പാവത്തിനെ പോലെ നിൽക്കുന്നത്. പക്ഷെ ഇവനൊരു പാവമല്ല ഗൈസ്. ഗൈസ്, നമ്മൾ ഫൈനലി അങ്ങനെ വീടെത്തിയിരിക്കുന്നു. വീടെത്തി കുറച്ച് വെള്ളം കുടിച്ചപ്പോഴാണ് കുറച്ച് ആശ്വാസം കിട്ടിയത്. നമ്മളൊരു ഉച്ചയായപ്പം പോയതാണ്. ഇപ്പോഴാണ് തിരിച്ച് വരുന്നത്. പക്ഷെ നമ്മളിത് ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ നേരത്തെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഷോപ്പിലേക്കൊന്ന് പോകണമായിരുന്നു. ഷോപ്പിൽ ഇൻറ്റീരിയലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആളുണ്ടായിരുന്നു. സോ അങ്ങനെ നിൽക്കുന്നു. ശരണ്യ ചേച്ചി പോന്നോ? അതാണ് ശരണ്യ ചേച്ചി ഇറങ്ങുകയാണ് ഗൈസ്. നിങ്ങൾ കണ്ടു. ബൈ ബൈ. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ ചെറിയ രീതിക്ക് ചെറിയ രീതിക്ക് ഇതൊരു ഡേ ഇൻ മൈ ലൈഫായിട്ട് നിങ്ങൾ കണക്കാക്കിക്കോളൂ. ഈ ചെറിയ രീതിക്കുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒപ്പീനിയൻസ് ഉണ്ടെങ്കിൽ ഇതിൽ പറയാമേ. ഓക്കെ, ബൈ.